Is you fade away? Is you fade away? ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മളിത് അടിപൊളി മൊബൈലാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണേ. ഐക്യൂൻ്റെ Z7S എന്ന് പറഞ്ഞ മൊബൈലാണ്. ഇത് അത്യാവശ്യം 5G മൊബൈലാണ്. അപ്പോൾ ഇതൊരു 16 രൂപ 17 രൂപ വിലയുള്ള ഫോണാണ്. നിങ്ങൾക്ക് ഓഫർ കണ്ടെങ്കിൽ ഒരു 16 രൂപയ്ക്കും അതുപോലെ തന്നെ ഓഫർ എന്നുണ്ടെങ്കിൽ ഒരു 17 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മൊബൈലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സുള്ള മൊബൈലാണിത്. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന വേരിയൻറ്റ് 8GB റാം 128GB സ്റ്റോറേജ്. ഈ വേരിയൻ്റാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ പാക്കേജിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പാക്കേജിങ്ങാണ് അവർ തന്നേക്കണേ. ഐക്യൂൻ്റെ കവേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം, ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവറാണ്. അതുപോലെ തന്നെ ഇത് ഗെയിം കളിക്കാനും അത്യാവശ്യം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഫോണാണ്. ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വിലയിൽ തന്നെ ഏറ്റവും നല്ലൊരു മൊബൈൽ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു മൊബൈലാണ്. ഈ മൊബൈലിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സായിട്ടുള്ള ഒരു മൊബൈലാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസും കാര്യങ്ങളും ഇത്രയാണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ പറയുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനോട് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മാനുവൽ, അതുപോലെ ഒരു സിലിക്കോൺ കേസാണ് തരുന്നിരിക്കുന്നത്. മറ്റേ ഹാർഡ് ഷെല്ലല്ല കേട്ടോ, സിലിക്കോൺ കേസാണ്. അതുപോലെ USB-C കേബിളാണ് തന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു USB-C കേബിളാണ് അവർ തന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കേബിളാണ്. ഞാൻ അത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഡാറ്റ സ്പീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവർ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്തേക്കണേ UFS 2.2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മികച്ച സ്റ്റോറേജ് തന്നെയാണ് കിട്ടുന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പീഡുള്ള സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നത് ആകെ ഒരു സിം എജക്റ്റിംഗ് പിന്ന് മാത്രമാണ്. പിന്നെ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ചാർജർ ഒരു 44 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. അത്യാവശ്യം നമുക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 24 മിനിറ്റും കൊണ്ട് നമുക്ക് 1%-ന് 50% വരെ നമുക്ക് ചാർജ് ചെയ്യാം. 24 മിനിറ്റ് മാത്രം മതി എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അത്യാവശ്യം എനിക്ക് ചാർജ് സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡിലേ കാര്യങ്ങളൊന്നും എടുക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഫോണിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ മെറ്റീരിയൽ ടെസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇത് പൊളിക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സാൻഡ് പേപ്പർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമുക്ക് സാൻഡ് പേപ്പർ ഉണ്ട്, ആ ഒരു ഫീലാണ് ഇതിൻ്റെ പിടിക്കുമ്പോഴൊരു ഫീല്. ഇപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് ഏകദേശം കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ ടൈപ്പ് ഒരു ടെക്സ്ചറാണ്, ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുന്നത്. സാൻഡ് പേപ്പർ തൊടുന്ന അതേപോലത്തെ ഒരു ഗ്രിപ്പാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു ഫോണാണ്. പെട്ടെന്ന് സ്ലിപ്പറി ആയിട്ട് തെന്നിപ്പോവില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാൻഡ് പേപ്പർ ടൈപ്പ് ടെക്സ്ചറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ലോഗോ മാത്രം നമുക്ക് എടുത്ത് വെക്കുന്ന രീതിയിൽ അവർ ചെറുതായിട്ടൊരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലോഗോ ഇച്ചിരി എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലും കാര്യങ്ങളും തന്നെ ഒന്നും വരുന്നില്ല, പ്രത്യേകിച്ച് സാധാരണ ഫോൺ പോലെ. പിന്നെ സിം ഇടാവുന്ന ട്രേ മാത്രം പൊക്കത്താട്ടോ കൊടുത്തേക്കണേ. മറ്റുള്ള ഫോൺ പോലെയെല്ലാം മേളിലായിട്ടാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി സൈഡിലൊന്നും നോർമൽ ഫോൺ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് നോർമലി പറയുകയാണെങ്കിൽ ഇത് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല കേട്ടോ, മോണോ സ്പീക്കർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ കമ്പനിയുടെ ലോഗോ. ഇത് മാത്രം അവർ വളരെ മനോഹരമായ ആ ലോഗോ അവർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ തിക്നെസ് പറയുവാണെങ്കിൽ 7.8 mm മാത്രമാണ് തിക്നെസ് ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് കട്ടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് കൈ പിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ആയാലും ഒരു 172 ഗ്രാമിൻ്റെ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് വരുന്നില്ല. ഒരു കവർ ഇട്ടാൽ പോലും 200 ഗ്രാമിൻ്റെ മേളിൽ പോകത്തില്ല. അപ്പോൾ നമുക്ക് കൈ പിടിക്കാൻ ഒരുപാട് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സിം എജക്റ്റിൻ്റെ മേളിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സിം ട്രേ മേളിൽ ഇതിൻ്റെ നമുക്ക് ആ നേരെ അഴിച്ചു നോക്കാം. കാരണം ഇതിൻ്റെ അകത്ത് എത്ര സ്ലോട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ 2 സിമ്മ് അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡ്, ആ ഒരു കോൺഫിഗറേഷനാണ് ഇവരിപ്പോൾ കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ, അതുപോലെ 1300 നെറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ഇതിനുണ്ട്. ഈ ക്യാമറയ്ക്ക് പോലും ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്യാതെ എനിക്ക് കിട്ടുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റുള്ള ഡിസ്പ്ലേ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ലൊരു പെട്ടെന്ന് എനിക്ക് ഇത് ഓണാക്കിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യണേ ഇതിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നോർമൽ റീഫ്രഷ് റേറ്റിൽ ഇത് 90 ഹെർട്സ് സപ്പോർട്ട് ചെയ്യണേ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് അവർ നമുക്ക് തന്നേക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു 120 ഹെർട്സ് ഒന്നും ഇല്ല, എന്നാലും 90 ഹെർട്സ് അത്യാവശ്യം നല്ലൊരു സ്പീഡ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കമ്പനി ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. അതുപോലെ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ച് ഇപ്പോൾ ഇട്ടേക്കണമെന്നൊക്കെ ഇട്ടേക്കണമെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് ക്യാമറ ഇടയ്ക്ക് കിട്ടാതെ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടുമ്പോൾ എനിക്ക് എക്സ്പോസർ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു പീക്ക് ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത്യാവശ്യം
നോർമൽ കണ്ടീഷനിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ആണ്. നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്യാവശ്യം ഒരുപാട് ബ്രൈറ്റ്നസ് നമുക്ക് ഉപയോഗിക്കേണ്ട വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ യൂസേജ് തീരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് ഞാനിപ്പോൾ പകലത്താണ്, നല്ല വെയിലത്താണ് ഞാനിപ്പോൾ യൂസ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഔട്ട്ഡോറിൽ പോലും നമുക്ക് നല്ലൊരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ശരിക്കും നമുക്ക് വിസിബിളായിട്ട് എല്ലാം തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേ നമുക്കൊരു ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാവുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് നല്ല രീതിയിൽ നമുക്കൊരു ബട്ടർ സ്മൂത്ത് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അത് ഈ വിലയിൽ ഇത്ര നല്ലൊരു സ്മൂത്തായിട്ട് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം AMOLED ഡിസ്പ്ലേക്ക് ആയാലും ഇത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. കളറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ബ്രൈറ്റ്നസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കണം എന്നൊക്കെ ശ്രദ്ധിക്കാം. കാരണം എനിക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പാടുണ്ട്. കാരണം അത്രയും ബ്രൈറ്റ്നസ് ആണ് ഇതിന്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലോട്ട് വെയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോട്ട് വെയർ കുറേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയായിരുന്നു. കുറേ ബ്ലോട്ട് വെയർ ഉണ്ട്. ഫേസ്ബുക്ക് അതുപോലെ നിങ്ങൾ ന്യൂസ് കണ്ടെന്ന് സാധനം കണ്ടിരിക്കുക, അത് ഫസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് തന്നെ ഈ ഫോൺ മൊത്തം ഈ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. സ്നാപ്ചാറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഫോൺ പേ, സ്പോട്ടിഫൈ, ഇങ്ങനെ കുറേ ആപ്പുകൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ പ്രീ ഇൻസ്റ്റാൾഡ് വന്ന എല്ലാ ആപ്പും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ബാറ്ററിയിൽ പറയുമ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി തന്നെ 4500 mAh ഒരു ബാറ്ററിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫുൾ ഡേ യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് തോന്നുന്ന ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴത്തെ ഇതിൽ യൂസേജ് പോയിട്ട് പോലും നമുക്ക് അത്യാവശ്യം ഒരു ബാറ്ററി ബാക്കപ്പ് നൈറ്റ് ടൈമിൽ ബാക്കി വരുന്നുണ്ട്. ഇപ്പോൾ 31% ആണ്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് അത്യാവശ്യം ബാറ്ററി മിച്ചം വരുന്നുണ്ട്. ബാറ്ററി ഡ്രോപ്പ് ചെയ്യണത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് ബാറ്ററി പിന്നെയും ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് വേർഷൻ 13 വരുന്നത്. അതുപോലെ FunTouch UI 13 അതുപോലെ സെക്യൂരിറ്റി പാച്ചും കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അത്യാവശ്യം സെക്യൂരിറ്റി പാച്ചുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. iQOOൻ്റെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി പാച്ച് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ മൊബൈലിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്കൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കസ്റ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ലൊരു കുറേ പ്രീസെറ്റുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിലൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസ് റേറ്റ് ഉള്ള ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നമുക്ക് വിരൽ വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യേണ്ടത് ഇത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വയ്ക്കുന്ന സമയത്ത്. അതുപോലെ 60K പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മികച്ചൊരു ഫിംഗർ പ്രിൻ്റാണെന്ന് തന്നെ പറയാം ഈ ഫിംഗർ പ്രിൻറ്റ്. അപ്പം നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ മോണോ സ്പീക്കറാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇതൊരു മോണോ സ്പീക്കർ ആയതുകൊണ്ട് സൗണ്ട് ഒട്ടും തന്നെ കുറവില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബാക്ക് സൈഡ് ക്യാമറ വരുന്ന ഒരു 64 MP ഒരു വൈഡ് ആംഗിൾ ലെൻസും വിത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും വരുന്നുണ്ട്. അതുപോലെ ഒരു 2 MP ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പറയുവാണെങ്കിൽ അത്യാവശ്യം പൊളി ക്യാമറ എന്ന് തന്നെ പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയിൽ അത്യാവശ്യം നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. ഇത് വേറെ സ്റ്റെബിലൈസേഷനല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മൂവി മോഡും 1080p നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് 1080p 60 ഫ്രെയിം റേറ്റിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് ആ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മൊബൈൽ നമുക്ക് ഷേക്ക് ചെയ്യുമ്പോൾ പോലും ആ ഷേക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മൂവി മോഡുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞില്ല, ഇപ്പോൾ എല്ലാ ഫോണുകളിലും ഉണ്ട്. മിക്ക ഫോണുകളിലും മൂവി മോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ വ്ളോഗേഴ്സും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ഫീച്ചേഴ്സ് വളരെ ഒരു അടിപൊളി ഫീച്ചേഴ്സാണ്. അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്ന വ്ളോഗേഴ്സും കാര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നൊരു ഫോണാണ്. അത്യാവശ്യം ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വളരെ സ്മൂത്താണ്. ഈ ഒരു റേഞ്ചിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്ന വേറെ ഫോണുകളിൽ കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസിന് വളരെയധികം നല്ല ക്വാളിറ്റിയുണ്ട്. അത്യാവശ്യം സൂം ചെയ്താൽ പോലും അതിൻ്റെ പിക്സലൊന്നും ബ്രേക്ക് ചെയ്താൽ പോകുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയാണ് ഇതിൻ്റെ. 64 MP ഒരു ക്വാളിറ്റി ആ കമ്പനി എന്നായാലും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഞാനിപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണ് നിൽക്കുന്നത്, ഒരു ട്യൂബ് ലൈറ്റ് പോലത്തെ ലൈറ്റാണ്. പക്ഷേ അതിൽ പോലും ഒരു നല്ല ഡീറ്റെയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ഡോറിൻ്റെ കേസ് പറയണ്ടല്ലോ, ഔട്ട്ഡോറിൽ അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ ഞാൻ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കാര്യം പറഞ്ഞു. ഇതപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അത് നല്ല സ്മൂത്താട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫോൺ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന മൊബൈൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോ ഇല്ലാത്തൊരു മൊബൈലാണ്. അപ്പോൾ ആ ഒരു ജെർക്കിങ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമായിരിക്കും.
അതുപോലെ ഞാൻ കമ്പ്യൂട്ടർ ഇട്ട് വേറെ പ്രോസസ്സോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നിലവിൽ ആ റിയലായിട്ട് കിട്ടണം. അപ്പം എനിക്ക് കാണുമ്പോൾ ശരിക്കും കിട്ടണ്ടായിരിക്കും ആ സ്റ്റേബിലേഷൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഞാൻ പിന്നെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ മതി. ക്യാമറ ഇൻഡോറിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് കിട്ടുന്നേക്കാളും ഒരു ഔട്ട്ഡോറിൽ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി വ്യത്യാസം വളരെ വ്യത്യാസമാണ്. ഭയങ്കര ക്വാളിറ്റിയാണ്. എനിക്കതൊരു നല്ലൊരു സാംസങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി പോലെ ഫീൽ ചെയ്തായിരുന്നു. കാരണം അത് ഔട്ട്ഡോറിൽ ഞാനിപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ കാണുമ്പോൾ ഞാനിപ്പം വളരെ ആ ഒരു റിയലിസ്റ്റിക് കളറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഡെപ്ത്ത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഈ ക്യാമറ. അപ്പോൾ വളരെ നല്ലൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അകലെയുള്ളൊരു പൂവോ കാര്യങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കാം. ആ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റേബിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കൈ വിറച്ചാലും നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ സ്റ്റേബിലേഷനെ കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഇത് എടുത്ത് പറയണത്. അപ്പം നമുക്ക് ഈ ഫോട്ടോ നോക്കുമ്പോൾ കാണാം. അപ്പോൾ അത്ര അകലെ പോയി സൂം ചെയ്തിട്ട് പോലും അതിൻ്റെ ഒരു ക്വാളിറ്റി, അപ്പോൾ പൂ നിൽക്കണം നല്ല അകലെ കേട്ടോ. ഞാൻ ഒരുപാട് അകലെയാണ് നിൽക്കണേ. അപ്പോൾ അത്യാവശ്യം ഒരു പിക്സലേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അത്ര അകലെ നിൽക്കണ ഒരു പൂ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഷെയ്ക്ക് ആവാതെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലിട്ട് വരുമ്പം നമുക്കൊരു 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അത് വൈഡ് ലെൻസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയാണിത്. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മെയിനായിട്ട് തോന്നില്ല ഇതും ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ പോലും നല്ലൊരു മികച്ച ക്വാളിറ്റി തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത്ര ക്വാളിറ്റി ഇവർ ഒരു റേഞ്ചിൽ നമുക്ക് ഇത്ര ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ റേഞ്ചിലുള്ള മിക്ക ഫോണും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പോലും എനിക്ക് ഫോട്ടോ ക്ലാരിറ്റി ഇത്ര സൂം ചെയ്യുമ്പോഴൊന്നും ഒരു പിക്സലേറ്റഡ് ആയിട്ടുള്ള മിക്ക സമയത്തും വന്നാണ് നോയ്സ് വരുന്നത് കാണാം. ഇതിൽ നോയ്സ് ഒട്ടും തന്നെ കാര്യമായിട്ട് ഇല്ലെന്നാണ് ഞാൻ പറയും. കാരണം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. ഇവർ വല്ല AI യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും വളരെ നല്ല ക്വാളിറ്റിയുള്ളൊരു ഇമേജസാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു സ്റ്റുഡിയോ ലൈറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇരുട്ടാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നല്ലൊരു ക്വാളിറ്റി അവർക്ക് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലായാലും നമുക്ക് 1080p ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ. അതുപോലെ മൂവി മോഡ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലെ ക്യാമറയ്ക്ക് നമുക്ക് സ്റ്റേബിലേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ പോലും ക്യാമറ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് ഫേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്ത് ഫോക്കസൊക്കെ ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഔട്ട്ഡോർ ലൈറ്റിലിട്ട് പോകുമ്പോൾ സൺലൈറ്റിലിട്ട് പോകുമ്പം ക്വാളിറ്റി കൂടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത് എല്ലാ ക്യാമറ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റി തന്നെ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും അത്യാവശ്യം അടിപൊളി ക്യാമറ തന്നെയാണ്. നമുക്കൊന്നും പറയാൻ കാര്യമില്ല. കാരണം അത്യാവശ്യം മികച്ച ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യണ സമയത്തായാലും ഒരു ഷോട്ടിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ആ ഒരു ഫോക്കസ്. എനിക്ക് ഫോട്ടോ എടുക്കണം ഞാൻ എടുത്ത് കൈവച്ചിട്ടപ്പോൾ എടുത്തേക്കണം. കാരണം ക്യാമറ വലുതായി ഹോൾഡ് ചെയ്യണതുകൊണ്ട് തന്നെ എനിക്ക് പിടിക്കാൻ പാടാണ്. പക്ഷേ എന്നിട്ട് പോലും ആ ഒരു ഫ്ലവറിൻ്റെ ഡീറ്റെയിൽ ഒട്ടും തന്നെ പോയിട്ടില്ല. അപ്പോൾ വളരെ മികച്ചൊരു ക്യാമറയാണിത്. അപ്പോൾ ഈ മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇതൊരു 16K പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു മൊബൈലാണ്. അത് നമുക്ക് ഗെയിം കളിക്കാനായാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായാലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വളരെ മികച്ചൊരു മൊബൈലാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.